ഒരൊറ്റ നെറ്റില്ല, ഏഷ്യാനെറ്റില്ല, മനോരമയില്ല. അവരെല്ലാം എവിടെ പോയിന്ന ഞാൻ അന്വേഷിക്കുമ്പോ അവർ 3:30 ആ ദേശീയപാതയിലുള്ള 2 സ്ഥലത്തുണ്ട്. കേന്ദ്ര സർക്കാർ ഈ നാടിനോട് നടത്തുന്ന അവഗണനയ്ക്കെതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങല പൊളിക്കാൻ ഏഷ്യാനെറ്റും മനോരമയും നടത്തിയ തറക്കളിയെ സംബന്ധിച്ച് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള MV ജയരാജൻ. കണ്ണൂരിൽ ഏഷ്യാനെറ്റും മനോരമയും സംഘപരിവാറിന്റെ കൊട്ടേഷൻ ഏറ്റെടുത്ത് ചങ്ങല പൊട്ടി എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച നീച പ്രവർത്തനത്തെ സംബന്ധിച്ചാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. സംഘപരിവാറിന് വേണ്ടി കൂലിയെഴുത്ത് നടത്തുന്നവരുടെ നെറുകെട്ട പ്രവർത്തനം എന്താണെന്ന് ഒന്ന് കേട്ടെ. ഒരൊറ്റ നെറ്റില്ല, ഏഷ്യാനെറ്റില്ല, മനോരമയില്ല. അവരെല്ലാം എവിടെ പോയിന്ന ഞാൻ അന്വേഷിക്കുമ്പോ അവർ 3:30 ആ ദേശീയപാതയിലുള്ള 2 സ്ഥലത്തുണ്ട്. ഒന്ന് പരിയാരം, ഒന്ന് അതിനപ്പുറം ദേശീയപാതയിൽ ഏറ്റവും കൂടുതൽ പണി നടക്കുന്ന സ്ഥലത്ത്, അത് വെള്ളൂരിനും കരിവള്ളൂരിനും ഇടയിലാണ്. അപ്പൊ അവിടെയുള്ള ആൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഇതാ കേരളത്തിൽ ഇവിടെ വന്നു, ഇതെന്താ പട്ടണത്തിൽ പോകാത്തത്? അപ്പോഴാണ് മനസ്സിലായത്, അവർ 3 മണിക്ക് ഈ ക്യാമറയിൽ ആളില്ലാത്ത ചിത്രം പകർത്താൻ പോയതാണ്. നാളെ ചില വാർത്ത വരും, ഇതാ ചങ്ങല പൊട്ടി. അത് അവരുടെ ഒരു സഹജ സ്വഭാവം. ഇവിടെ വന്നാൽ 5ഉം 6ഉം ലൈനായിട്ടുള്ള ചങ്ങല കോട്ടയായത് ചിത്രം കൊടുക്കേണ്ടി വരും. അതിനവരില്ല. പൊട്ടിയിട്ടുണ്ടോ എന്ന് അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ പോയ പകിയന്മാരെ ഒരാളെയും കാണുന്നില്ല. അതുകൊണ്ട് അവരെല്ലാം ഡിവൈഎഫ്ഐയെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഈ നാട്ടിലെ ജനലക്ഷങ്ങളാണ് ഈ ചങ്ങല ജയിച്ചത്. ഈ നാടിനെ സംഘപരിവാറിന്റെ തൊഴുത്തിൽ കിട്ടാൻ വേണ്ടി 2 പ്രമുഖ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ അപമാനമായിരിക്കും. സംഘപരിവാറിന്റെ എച്ചിൽ തിന്നുകൊണ്ട് ഈ നാടിനെ എല്ലാ രീതിയിലും തകർക്കാൻ ശ്രമിക്കുന്നവർ, സംഘപരിവാറുകാർ മാത്രം ഈ നാട് ഭരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന കുറെ സംഘിക്കൂട്ടങ്ങൾ, ഇതാണ് മനോരമയും ഏഷ്യാനെറ്റും. അവർ ഇത് കാട്ടിയതിൽ ഒരിക്കലും അത്ഭുതപ്പെടാനില്ല. കാര്യം നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഏഷ്യാനെറ്റും മനോരമയും ഏത് തരത്തിലുള്ള കൃത്രിമം കാട്ടുമെന്നുള്ളത് മാത്രമായിരുന്നു സംശയം. അതിന് കൈയോടെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് അവർ നടത്തിയ ആ നാറിയ കളികളാണ് ഇപ്പോൾ കൈയോടെ പിടിക്കപ്പെട്ട് വിശദീകരിച്ചിരിക്കുന്നത്. ജനം തിരിച്ചറിയണം, അകറ്റണം, മാറ്റി നിർത്തണം. അത് ഈ നാടിൻ്റെ നന്മയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്.